ഏഞ്ചൽ മെസ്സേജസ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്കുള്ള ഏഞ്ചൽസിന്റെ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവരുടെ പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ഒരുപാട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി അവരുടെ പാസ്റ്റ് ലൈഫിൽ നിന്നൊരു വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് പോലെ ഒരു ഫീൽ ഉണ്ട് ചിലർക്കെങ്കിലും. ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അവരുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഈ ഒരു സ്റ്റക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ചേഞ്ച് ആക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടൊരു പൊട്ടൻഷ്യൽ അവർക്കുണ്ട്. ഇതൊക്കെ ചിന്തിക്കുന്ന സമയത്തിൽ പോലും അവർക്ക് കുറച്ച് മെമ്മറീസ് വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ കാല ഓർമ്മകൾ അവർക്ക് വന്നുണ്ട്. ആ ഒരു ഇംബാലൻസ് ഇടയ്ക്കെങ്കിലും അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ചിലർക്കെങ്കിലും ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് സമയം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈ ഒരു തീരുമാനം കൊണ്ട്, അതായത് നിങ്ങളുടെ മനസ്സിലുള്ള അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാല ചിന്തകൾ നിങ്ങൾ ഒത്തിരിയായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അങ്ങനെ തന്നെ തുടർന്ന് പോകണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ഒരു കാര്യം ആ ഒരു രീതിയിൽ നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് കാർഡാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് എലിമിനേഷൻ കാർഡാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ്. നിങ്ങൾക്ക് ഒത്തിരി ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ്. നിങ്ങളുടെ ഈ ഒരു ഇപ്പോഴുള്ള ഈ സ്റ്റക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു വിഷമഘട്ടം ചേഞ്ച് ആവാനുള്ള എല്ലാ ബ്ലെസ്സിങ്സും ഏഞ്ചൽസ് സപ്പോർട്ട് തരുന്നുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഏഞ്ചൽസിൽ നിന്ന് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലുള്ള ഏതൊരു സ്റ്റക്ക് സിറ്റുവേഷനും വരുന്നതിന് അതിൻ്റേതായ റീസൺ ഉണ്ട്. നിങ്ങൾ അത് വേണം മനസ്സിലാക്കാനായിട്ട്. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ ഓർത്ത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാല കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് നിങ്ങളുടെ നല്ല ദിവസങ്ങൾ നിങ്ങൾ പാഴാക്കി കളയരുത്. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരാനുണ്ട്. നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഈ ചേഞ്ചസിന് യൂണിവേഴ്സിൻ്റെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ട്. ഇത്തരം ഒരു സാഹചര്യം നിങ്ങളിൽ എത്തിച്ചേർന്നതിന് ശേഷം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നുവോ ആ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഇതാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ്. ഇപ്പോൾ നിങ്ങളുടെ മൈൻഡ് വളരെ ക്ലറ്റർ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ചേഞ്ച് ആയിട്ട് മറ്റൊരു ക്രിയേറ്റീവ് ആയിട്ടൊരു വേൾഡിലേക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് നിങ്ങൾ ആഗ്രഹിച്ചാലും നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ന്യൂ ബിഗിനിങ് ആണ് അവരുടെ ലൈഫിൽ വരുന്നത്. അവർ ഇത്രയും നാളായിട്ടും അവർക്ക് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്, ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് കാണുന്നത് എങ്കിലും ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആവാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് നിങ്ങളൊരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ അത്തരത്തിലൊരു സിറ്റുവേഷനിലല്ല. നിങ്ങൾക്ക് തോന്നുകയാണ് ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം തരുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ സത്യത്തിൽ നിങ്ങളുടെ കണ്ണ് മൂടി നിങ്ങൾ വച്ചിരിക്കുകയാണ്. അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് നിങ്ങളെ കാണുക. നിങ്ങളുടെ വീക്ഷണം ശരിയല്ല, നിങ്ങളുടെ കാഴ്ചപ്പാട് ശരിയല്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷെ ആ സ്നേഹം നിങ്ങൾ റിയലൈസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് തോന്നുവാണ് ആ പേഴ്സൺ തരുന്ന സ്നേഹം നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അത്ര ഇല്ല. അവർക്ക് നിങ്ങളോട് സ്നേഹം ഇല്ല എന്ന് നിങ്ങൾ ഒരുപാട് തവണ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാവാം. മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ ഒരു ടാറ്റു ആർട്ട് ഉണ്ടായിരിക്കാം. ലവ് സിമ്പിൾ ഉള്ള ഒരു ടാറ്റു ആർട്ട് ഉണ്ടായിരിക്കാം. ലെഫ്റ്റ് ഹാൻഡ് ഓർ റൈറ്റ് ഹാൻഡ് ഒരു ടാറ്റു ആർട്ട്, ഒരു ലവ് സിമ്പിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടാറ്റു ആർട്ട് ഉണ്ട്. മേ ബി അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കാം, നിങ്ങളുടെ കയ്യിലായിരിക്കാം ആ ഒരു ടാറ്റു ആർട്ട് ഉള്ളത്. അങ്ങനെ ഒരു എനർജി ഇവിടെ ഫീൽ ആവുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ലവ് ആണ് ഏഞ്ചൽസ് പറയുന്നത്. അത്രമാത്രം ആ വ്യക്തി നിങ്ങളെ
ഒരുപാടാണ് സ്നേഹിക്കുന്നത്. നിങ്ങൾക്കാണ് ആ ഒരു സിറ്റുവേഷൻ സ്റ്റക്കാണ്. ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹമില്ല. നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരുപാട് ഡൗട്ടാണ്. ആ വ്യക്തിയുടെ സ്നേഹത്തിൽ ഒരുപാട് ഡൗട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും അങ്ങനെയല്ല. ആ വ്യക്തി റിയലായിട്ട് നിങ്ങളെ സ്നേഹിക്കുകയാണ്. നിങ്ങൾക്ക് ജെന്യുയിൻ ആയിട്ടുള്ളൊരു ലവാണ് ആ വ്യക്തി കരുതി വെച്ചിരിക്കുന്നത്. വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഒരുപാട് സ്നേഹമുണ്ട്. ആ വ്യക്തി നിങ്ങളുമായിട്ടൊരു ഒരു മാരീഡ് ലൈഫിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഒരിക്കലും ആ വ്യക്തി വിട്ടുപിരിഞ്ഞ് പോകില്ല എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഏഞ്ചൽസ് മെസ്സേജിലൂടെ എനിക്ക് കിട്ടുന്നത് ഒരു ട്വിൻ ഫ്ലെയിം ആയിട്ടുള്ള ഒരു ജേണിയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ റൈറ്റ് പേഴ്സണെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. മേ ബി നോ കോൺടാക്ട് സിറ്റുവേഷനിലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാവാം. അതൊക്കെ ആ സാഹചര്യം അനുസരിച്ച് മാറിപ്പോകുന്നതാണ്. റിയൽ ആയിട്ടുള്ള നിങ്ങളുടെ ലവ് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റക്ക് സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്.